ഇപ്പോൾ അതിലെ സുഹൃത്ത് നമ്മോടൊപ്പം ചേരുന്നു. താങ്കൾ കടന്നുപോകുന്ന മനോവേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്താണ് നിങ്ങളോട് അതുല്യ പറഞ്ഞിരുന്നത്? ഞാൻ അവളും കൂടി സംസാരിച്ചത് 11-ാം തീയതി ലാസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ടാണ് വിളിച്ചിട്ട് ഞാൻ അവളോട് എന്താണ് ഈ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്കിനി സഹിക്കാൻ വയ്യടി, എനിക്ക് നിൽക്കാൻ വയ്യ, അയാളെന്നെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടെന്ന്, നന്നായിട്ട് അയാൾ ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് അവളെ ഈ മദ്യപിച്ച് വന്നിട്ട്. ആള് നല്ല മദ്യപാനിയാണ്. മദ്യപിച്ച് വന്നിട്ട് നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല അയാൾ ചെയ്യുന്നത് അവളെ. ഏറ്റവും അവസാനമായി അതുല്യ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് എന്നാണ്? ഏറ്റവും അവസാനമായിട്ട് ഇന്നലെ ആണോ മെനഞ്ഞാന്നാണോ അറിയില്ല, ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ എനിക്ക് തിരിച്ച് റിപ്ലൈ എന്താ നോക്കിയത്, നമുക്ക് നാളെ സംസാരിക്കണം. പക്ഷെ എനിക്ക് ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല അവളെ. എന്തായിരുന്നു അവസാനമായി അയച്ച മെസ്സേജിന്റെ ഉള്ളടക്കം എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ മർദ്ദനത്തെ കുറിച്ചാണോ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടടി, എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് ലാസ്റ്റ് എന്നോട് സംസാരിച്ചത് അവള്. ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട, നാളെ ഞാൻ വിളിക്കുന്നുണ്ട്, നീ ഹാപ്പി ആയിട്ടിരിക്ക്, എപ്പോഴും മനസ്സിൽ കുഞ്ഞിനെ പറ്റിയിട്ട് മാത്രമേ ചിന്തിക്കാവൂ എന്ന് ഞാൻ ഒരുപാട് അവളോട് പറഞ്ഞതാ. അവൾ ഒരിക്കലും ഇത് ചെയ്യില്ല. അതായത് അതുല്യ നല്ല മനഃശക്തിയുള്ള ആളാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവള് ചെയ്യാനാണെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവൾ അന്നേരമൊക്കെ ചെയ്യുന്നത്. അവള് ചെയ്യില്ല ഒരിക്കലും ഇത്. ഞാൻ അങ്ങോട്ട് അവളെ ഉപദേശിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു മോളുണ്ട്, എന്റെ മോൾക്ക് ആരും ഇല്ലാണ്ടായിപ്പോ ഞാൻ ഒരിക്കലും ചെയ്യും